ഹായ്, വെൽക്കം ബാക്ക് ടു 100 ഡേയ്സ് ഓഫ് ചലഞ്ച്. ഇന്നലെ വയനാട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ നെസ്റ്റോയിൽ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു. ഇപ്പോൾ പൊതുവേ ഏതൊരു ഹൈപ്പർ മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ പോകുന്നൊരു സ്പോട്ട് ഈ ഒരു ഭാഗമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ബ്രാൻഡിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അവരിൽ നിന്നും നമ്മുടെ ബ്രാൻഡിനെ ഏതൊക്കെ രീതിയിലാണ് വ്യത്യസ്തമാക്കുന്നത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും കൂടി വേണ്ടിയാണ്. നെസ്റ്റോയിൽ ഇപ്പോൾ വിഷുവൊക്കെ പ്രമാണിച്ച് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഫിഷും മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കൽപ്പറ്റ ബൈപ്പാസിലൂടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കാണുന്ന ഈ ഒരു കാഴ്ച നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്കായിട്ടുള്ള വീടിന്റെ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയുടെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ അർഹതപ്പെട്ട ആളുകളിലേക്ക് പൂർത്തീകരിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചൂടിന്റെ കാഠിന്യം ശരിക്കും വയനാട് ജില്ലയെ പോലും നന്നായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എല്ലായിടത്തെയും താരങ്ങൾ, കരിമ്പും കരിക്കും. ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ കളക്ട് ചെയ്ത് വീട്ടിൽ കൊടുത്തതിന് ശേഷം നേരെ നാട്ടിലോട്ട് തിരിച്ചു. ഇന്ന് രാവിലെ വയനാട്ടിലായതുകൊണ്ട് തന്നെ ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷമാണ് വർക്കൗട്ടിന് വേണ്ടി ജിമ്മിൽ പോയത്.